പറയാം. നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് വ്രതാനുഷ്ഠാനവും ഗർഭിണികളും എന്നുള്ളതാണ്. പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഗർഭിണിക്കും ആരോഗ്യകരമായ കുഞ്ഞിനും വേണ്ടത് അയൺ, കാൽഷ്യം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. കുഞ്ഞിന് തൂക്കക്കുറവ് വരാനും അല്ലെങ്കിൽ ഗർഭിണിക്ക് മാസം തികയാതെ പ്രസവവേദന വരാനും സാധ്യതയുള്ളതായി പറയുന്നു. നമ്മൾ സൂക്ഷിക്കേണ്ടത് ഗർഭാവസ്ഥയിൽ പൊതുവെ നമ്മൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ അത്യാവശ്യം വേണ്ട ഒരു സമയമാണ്. വയനാട് വിഷൻ ചാനലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ചേർന്ന് അവതരിപ്പിക്കുന്നു ആരോഗ്യ ദർശനം, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ. ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന ഒരു ഗർഭിണിക്ക് കൂടുതൽ ക്ഷീണം വരാനും ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറയാനും ജലാംശം കുറയാനും എല്ലാം വഴിയൊരുക്കും. പ്രത്യേകിച്ച് നല്ല ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിൽ പ്രോബ്ലമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവിന് നമുക്ക് എങ്ങനെ ഒരു ക്രമീകരണം നടത്താൻ പറ്റും നോമ്പുകാലത്ത് ഗർഭിണികൾക്ക്? അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഈ പ്രഗ്നൻസിയിൽ ഉണ്ടെങ്കിൽ വ്രതമെടുക്കുന്നത് ഉചിതമല്ല. ഗർഭിണികളും വ്രതാനുഷ്ഠാനവും ഡോക്ടർ അനാമിക ഫ്രാൻസിസ് പങ്കെടുക്കുന്ന പ്രത്യേക ആരോഗ്യ ദർശനം ഞായറാഴ്ച രാത്രി 8 മണിക്ക് വയനാട് വിഷൻ ചാനലിൽ.